വീട്ടിൽ നിന്ന് അപ്പനമ്മയൊക്കെ കുക്ക് ചെയ്തിട്ട് ഒക്കെ വരിക, ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു. അതുപോലെ വരും. അപ്പൊ അതുപോലെ അപ്പൊ മാത്രമല്ല, എന്റെ ഭാര്യയും മക്കളൊക്കെ ഈ ക്രിസ്മസ് വെക്കേഷൻ സമയത്തൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ മക്കളൊക്കെ ഉണ്ടാവും അവിടെ, ഹോളിയോടൊപ്പം ഉണ്ടാവും, ഞങ്ങൾ അവിടെ ക്രിക്കറ്റ് കളിക്കും. ഈ മൂവിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത് എല്ലാവരും ഇനി വെയിറ്റ് ചെയ്യുന്നത് ടോവിയുടെ അടുത്തത് പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും, ഡബിംഗ് ഉണ്ട്, അതിങ്ങനെ യുദ്ധകാല ഡിസ്റ്റാൻസിൽ നടക്കും. காலைல இருந்து ஒரு 8 மணி 9 மணி வரைக்கும் சாயங்காலம் 6 மணி வரைக்கும் ஃபன். அது எப்படி ஃபன்? இதெல்லாம் ஃபுல் இல்ல வேலையும் நடக்கும், எல்லாரும் ஃபுல் ഓണറുള്ള ആൾക്കാരാണ്, வேலையும் நடக்கும். This one of the highlights. ഫോക്കസ് പുള്ളർ, ക്യാമറാമാൻ, സൗണ്ട് എഡിറ്റർ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ ഷൂട്ടിങ്ങിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിസേർവ് ചെയ്യുന്ന ഫണ്ടും കൂടെ വേണമല്ലോ. ആ ബാലൻസ് ഉണ്ടെങ്കിലല്ലേ ഇത് ലോങ് റണ്ണില് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്ന സിനിമയുണ്ട്, അത് എംപുരാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. നരിവേട്ടാന്നുള്ള സിനിമ ഇഷ്ക് ചെയ്ത അനുരാജ് മനോഹർ, അനുരാജ്. അപ്പൊ അബിൻ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററാണ്. He told me this story and I was like, the storylines are spectacular. I don't know what you guys eat or which school you go to. No, no, touch wood. ഞങ്ങൾ മലയാളീസ് Really? ഗൂഗിളും ഭയങ്കര നല്ലൊരു റേറ്റിനാണ്, ഭയങ്കര റെക്കോർഡിംഗ് റേറ്റിലേക്കാണ് ഇതിന്റെ വിതരണം എടുത്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ന്യൂസ് എല്ലാം നമ്മൾ കേട്ടു. സിനിമ കണ്ടിട്ട് ഒരാൾ അതിലോട്ട് അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് ആരാണെങ്കിലും അത് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ് ഫിലിം മേക്കേഴ്സ് എന്നുള്ള രീതിയിൽ. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. സെയിം ടീം തന്നെയാണ്, ഫോറൻസിക് ടീമിന്റെ പുതിയ മൂവി എന്നും പറഞ്ഞു തന്നെയാണ് പറയണത്. അപ്പൊ ആ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ ആരൊക്കെയാണ് ഇപ്പോ ഉള്ളത്? ശരിക്കും പറഞ്ഞാൽ പുറത്തെ ആളുകൾ പെട്ടെന്ന് പറയുന്ന റൈറ്റർ ഡയറക്ടേഴ്സ് എന്റെ അനുസ്കാരന്റെയും ടോബിയുടെയും പേരാണെങ്കിൽ പോലും നമ്മുടെ പ്രൊഡ്യൂസർ പഴയ പ്രൊഡ്യൂസർ തന്നെയാണ്, രാജു മില്ലത്ത്. നമ്മുടെ ക്യാമറമാൻ അഖിൽ ജോർജ് ഫോറൻസിക്കിന്റെ ക്യാമറമാനാണ്. ഫോറൻസിക്കിൽ സ്പോട്ട് എഡിറ്റർ ആയിരുന്ന ചമനാണ് ഈ സിനിമയിൽ എഡിറ്റർ ആയിട്ട് ചെയ്യുന്നത്. അതെ അതെ, ചമൻ ആക്ച്വലി ഇപ്പൊ സൂക്ഷ്മദർശിനിയുടെയും RDXന്റെയും 2018 മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള ഏറ്റവും മിടുക്കനായിട്ടുള്ള എഡിറ്ററാണ് ചമൻ. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയ് സെയിം ആളാണ്. നമ്മുടെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തു, ഡയറക്ഷൻ ടീമിലുള്ളത് ജിജു ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡയറക്ഷൻ ടീമിലും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി ടീമിലും ഒക്കെ വർക്ക് ചെയ്ത കുറെ പേര്, നമ്മളൊരു 10-20 പേരൊക്കെ പഴയ ടീമിലെ അതേ ആളുകൾ തന്നെയാണ്. പക്ഷെ അതിൽ എനിക്ക് മനസ്സിലാക്കാനും ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഫോറൻസിക് ചെയ്യുന്ന അടുത്ത സിനിമയാണെങ്കിൽ ഇവരെല്ലാവരും ടൊവിനോ, മിന്നൽ മുരളിയും 2018 തല്ലുമാല കഴിഞ്ഞും, അഖില് 2018 കഴിഞ്ഞും, ചമൻ ഈ പറഞ്ഞ സോക്കോൾ സിനിമകൾ കഴിഞ്ഞും, ജയിച്ചേട്ടൻ ചെരിപ്പോത് സിനിമകളും കഴിഞ്ഞും ഒക്കെ ഇവരൊക്കെ ഈ ഒരു വലിയ സിനിമകളിലൂടെയും അവരുടെ ഒരു സക്സസിലൂടെ ഒക്കെ ചെയ്ത് വന്നതിൽ നിന്ന് ഈ സിനിമ വരുമ്പം അവർ പിന്നെയും ഈ സിനിമയിൽ ശ്രമിക്കുന്നത് അവരുടെ ബെസ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ്. അത് തീർച്ചയായിട്ടും ആ പഴയ ഒരു ബന്ധത്തിന്റെ ഊഷ്മളതയാണ്, അല്ലെങ്കിൽ ഞങ്ങളോടുള്ള ഒരു അഡീഷണൽ സ്നേഹമാണ്. അത് ഭയങ്കര അധികം ഞങ്ങൾക്ക് എപ്പോഴും ഓർക്കാൻ പറ്റുന്നതും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അഡീഷണൽ സ്നേഹം ഇവരോട് കൂടെ ഉള്ളത് ടോവിക്കല്ല, എല്ലാവർക്കും. മറ്റൊന്നുമല്ല, നമ്മള് ഒരു സിനിമ ചെയ്യാനായിട്ട് ചെന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളെ എടുക്കുന്ന വർക്കെല്ലാം കൃത്യമായിട്ട് പ്ലേസ് ചെയ്യപ്പെടും, അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അത് ചെയ്യില്ലേ? ആ ഒരു കോൺഫിഡൻസ് തരാനായിട്ട് ഇവർക്ക് പറ്റുന്നുണ്ട്. ഇവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ഇവർ രണ്ടുപേരും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ട് അപ്പൊ നമുക്കും അതിനോട് തന്നെ കീപ്പപ്പ് ചെയ്ത് വർക്ക് ചെയ്യണ്ടേ. മാത്രമല്ല നമുക്ക് ഉഴപ്പാനായിട്ട് ഇവൻ സമ്മതിക്കില്ല. സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡയറക്ടർ ആണല്ലോ മൂവിയുടെ അതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഇവിടെ 2 ക്യാപ്റ്റൻസ് ആണ്. അനസ് പിന്നെയും കുഴപ്പമില്ല, സ്ട്രിക്റ്റ്. ഞാൻ ഇതിന്റെ വർക്ക് സമയത്തിന് തീരുമെന്നുള്ള പേടിയൊന്നും എനിക്കില്ല. I don't know what he's saying, but I will tell you, both of us had a lot of fun. I was not talking about us actors. So I'm not even worried about this movie's completion before release. Usually that happens. Before the movie's release, everything will be everyone will be rushing. But here, I'm sure the movie will be ready at least 2 weeks before the release. The kind of follow-up he does. Sure, 110%. Why do you think we both enjoyed so much in the set? Because the pressure, he's taking the pressure. അത് മാത്രമല്ല, ഇപ്പൊ ഇന്ന് രാവിലെ 6 മണി വരെ എവിടെയായിരുന്നു?
എവിടെയായിരുന്നു? ഇന്നലെ രാത്രി എവിടെ കിടന്നുറങ്ങിയത്? എവിടെ കിടന്നുറങ്ങിയേ? ചമന്റെ എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ അവനും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ അവിടെ തന്നെ കിടന്നു. ചമൻ താനൊന്ന് പോണോ, എനിക്കൊന്ന് ഉറങ്ങണം. അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണത്. അദ്ദേഹം വളരെ ഹാർഷ് ആയിട്ടും ഹാർഡ് ആയിട്ടും ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യണം. അതാണ് കോപ്പ് ബാഡ് കോപ്പ്. അത് തന്നെയാണ്. മൊത്തത്തിൽ സിനിമയ്ക്ക് വേണ്ടതും നമുക്ക് രണ്ടുപേർക്കും വേണ്ടതും ഒക്കെ തന്നെയാണ് രണ്ടുപേരും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അനസ്കാന്റെ രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് മൂവി ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ ചെയ്തതാണെങ്കിലും ഗൂഗിളും ഭയങ്കര നല്ലൊരു റേറ്റിനാണ്, ഭയങ്കര റെക്കോർഡിംഗ് റേറ്റിലേക്കാണ് ഇതിന്റെ വിതരണം എടുത്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ന്യൂസ് എല്ലാം നമ്മൾ കേട്ടു. അതിനെ കുറിച്ച് കൂടെ ഒന്ന് പറയൂ. അല്ല, ഗൂഗിൾ മൂവീസ് ഈ സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിന്റെ ഒരു അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ ഇന്നലെ ഗൂഗിൾ മൂവീസിന്റെ ഡ്രീം ബിഗ് വഴിയാണല്ലോ അവരെ ചെയ്യുന്നത്. സുഹിത്തേട്ടൻ അവിടെ നമ്മുടെ ടീസർ ലോഞ്ചിൽ പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളത്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ഞങ്ങൾ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിനിമയാണ് ഐഡന്റിറ്റി. അത് അവർ ഫുൾ സിനിമ കണ്ടിട്ടാണ് അവരത് എടുത്തതും അസോസിയേറ്റ് ചെയ്തതും എന്ന് പറയുമ്പം നമുക്കത് നമ്മൾ സേഫ് ആയിട്ടുള്ള കൈകളിലാണ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് സിനിമ കണ്ടിട്ട് ഒരാൾ അതിലോട്ട് അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് ആരാണെങ്കിലും അത് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ് ഫിലിം മേക്കേഴ്സ് എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മളുടെ പ്രൊഡ്യൂസറാണെങ്കിലും രാജാനാണെങ്കിലും പുള്ളിയുടെയും കരിയറിൽ പുള്ളി ചെയ്യുന്ന ഏറ്റവും വലിയ സിനിമയാണത്. ആ വലിയ സിനിമ പുള്ളി ഇത്രയും വർഷമായിട്ട് 79 മുതൽ സിനിമ ചെയ്യുന്ന അദ്ദേഹം ഇപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ഇത്രയും സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത് അത് ഈ സിനിമയിലുള്ള ട്രസ്റ്റ് കൊണ്ടാണ്, ഞങ്ങളോട് എല്ലാവരോടും ഉള്ള ഒരു ട്രസ്റ്റ് കൊണ്ടും കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് പക്ഷെ എന്നാ പോലും പൈസക്ക് പൈസ തന്നെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളും ഒരു ടീമായിട്ട് തന്നെയാണ് എല്ലാവരും ഈ സിനിമേനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. രാജാനാണെങ്കിലും വേറെ അല്ല, ഞങ്ങളാണെങ്കിലും വേറെ അല്ല. അപ്പൊ ഇതിന് നമുക്ക് ഒരു പോയിന്റിൽ കുറച്ചും കൂടി ഒരു അഡീഷണൽ സപ്പോർട്ടും കൂടെ ഉണ്ടാവാനായിട്ട് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു നമുക്ക് എന്ന് വിചാരിച്ച സമയത്താണ് നമുക്ക് ഡോക്ടർ CJ റോയ് സാറ് നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും കൂടെ ഇന്നായി. അപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും കൂടെ ഇന്നായി കഴിയുമ്പോൾ രാജാനും അപ്പൊ ഇവർക്കും ഇത് മൊത്തം ഈ പ്രൊഡക്ഷന്റെ കാര്യങ്ങൾ ആ ഏരിയ മൊത്തം നമുക്ക് ഇനി യാതൊരു രാഗ മൂവീസും കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഗോകുലവും പിന്നെ ഈ ഡ്രീം ബിഗ്. അപ്പൊ അതൊരു അങ്ങനത്തെ ഏരിയാസിലേക്കൊന്നും ഞങ്ങൾക്ക് ഒരു രീതിയിലും ഞങ്ങൾ വേറെയേണ്ടി വരുന്നില്ല. അതൊക്കെ കൃത്യമായിട്ട് സിനിമ പ്ലേസ് ചെയ്യപ്പെടും. നമ്മളുടെ കണ്ടന്റിൽ മാത്രം ഇനി നമുക്ക് വെൽ സെറ്റിൽ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫുൾ ടീമിന്റെ ഒരു അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ടീമിലെ എല്ലാവരും ഒരുപോലെ നന്നായി കഴിഞ്ഞാലാണ് സിനിമ നന്നാവുക. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ലാസ്റ്റ് ഒരു ഔട്ട്പുട്ട് വരുമ്പോൾ ആ ഒരു ക്രീമി സംഭവം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാനും പറ്റും. എല്ലാ അർത്ഥത്തിലും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് മീറ്റ് ചെയ്യുമ്പോഴത്തെ ഒരു ഔട്ട്പുട്ട് അതാണ് ഞങ്ങളുടെ ശ്രമം. ബാക്കി തിയേറ്ററിൽ കണ്ടിട്ട് അല്ല, അപ്പൊ ടോവിക്ക് ഇപ്പൊ AR ഭയങ്കര ഹിറ്റായി ഒരുപാട് കളക്ട് ചെയ്തു, ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഇത് വരണം. അപ്പൊ ഇനി എല്ലാവർക്കും നിങ്ങളുടെ ആക്ടേഴ്സിന് ഇടയിൽ ഉണ്ടാവില്ല എന്റെ ഇപ്പത്തെ ഭയങ്കര ഹിറ്റാസു ഇനി വരാൻ പോണതും ആ ലെവലിലേക്ക് എത്തും, അതിനേക്കാളും മേളിലേക്ക് എത്തും, ആ ഒരു ടെൻഷൻ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ ടോവി എപ്പോഴും? അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. യു ആർ ആസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് മൂവി എന്ന് പറയും. ഇപ്പൊ കറന്റ്ലി എന്റെ ലാസ്റ്റ് മൂവി എന്ന് പറയുന്നത് AR ആണ്. ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഇതായിരിക്കും എന്റെ ലാസ്റ്റ് മൂവി. അപ്പൊ ഞാൻ ആഗ്രഹിക്കാന്ന് പറഞ്ഞ എന്റെ എല്ലാ സിനിമയും ഒരുപോലെ നല്ല ഹിറ്റായി. അത് മറ്റേതെങ്കിലും സിനിമയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വെച്ചിട്ടല്ല ഞാൻ അതിനെ ചിന്തിക്കുക. ഈ സിനിമയുടെ പൊട്ടൻഷ്യൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതലാവാം, അതിനേക്കാളും കുറവായിരിക്കാം എന്ന് പറയും. പക്ഷെ ഈ സിനിമയുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് ഈ സിനിമനെ എത്തിക്കുക എന്ന് പറയുന്നത് ആണ് നമ്മൾ റിലീസിന് മുമ്പ് പരമാവധി ശ്രമിക്കുക. അതാണ് ആഗ്രഹിക്കുന്നത്. അതിന് കഴിഞ്ഞ സിനിമകളുമായിട്ടൊന്നും അതിൽ യാതൊരു കമ്പാരിസണും അല്ല. അത് കഴിഞ്ഞത് കഴിഞ്ഞു അത് അവിടെ ഉണ്ടല്ലോ. അതെ, ഇനിയിപ്പോ അടുത്തതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ. ചിലര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ അതിന്റെ ഒരു ടെൻഷൻ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ചില ആൾക്കാർ പറയുന്നത് എനിക്ക് ആകെയുള്ള ഒരു ടെൻഷൻ ഏത് സിനിമയാണെങ്കിലും ഇപ്പൊ ഇത്തിരി ബഡ്ജറ്റ് കൂടുതലുള്ള ഒരു സിനിമയൊക്കെ ചെയ്യുമ്പോൾ എന്റെ ആകെയുള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് പൈസ മുടക്കിയിട്ടുള്ള ഈ പ്രൊഡ്യൂസർക്ക് ബ്രേക്ക് ഈവൻ എങ്കിലും ആവണം. ₹1 1 ലാഭം കിട്ടണം. അങ്ങനെയാണെങ്കിലല്ലേ കാര്യം നമ്മള് അദ്ദേഹം പൈസ മുടക്കി ഒപ്പം ഇത് മൊത്തം എക്സിക്യൂട്ട് ചെയ്തു. അതിൽ നിന്ന് പുള്ളിക്ക് ബ്രേക്ക് ഈവൻ ആയാൽ പോരാ, കുറച്ചെങ്കിലും ലാഭം ഉണ്ടാവണം. അത് ഞങ്ങൾക്കൊരു ജ്യേഷ്ഠനെ പോലുള്ള ഒരാളാണ് രാജാൻ. അപ്പൊ അങ്ങനത്തെ ഒരു സ്നേഹവും കൂടി ഉള്ളതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നമ്മൾ ഏതൊരു സിനിമ ചെയ്യുമ്പോഴും നമ്മൾ അതിൽ ഫുൾ ടീം ഒരു ടീമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസർക്ക് നഷ്ടം വരരുത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ലാഭം കിട്ടിയാൽ സന്തോഷം. അത് പക്ഷെ ഇത്ര കോടി അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. അതൊക്കെ പ്രേക്ഷകർ സിനിമ തിയേറ്ററിൽ കയറി കാണുന്നതിനനുസരിച്ച് എത്ര വേണേലും കളക്ഷൻ വരാതിരിക്കാം, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ നഷ്ടം വരരുത് എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമ
നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നത് മാക്സിമം ചെയ്ത് ഏറ്റവും നല്ല സിനിമയാക്കി തന്നെ ഇറക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ ടോമി പറഞ്ഞ ഫാക്ട് കറക്റ്റ് ആണ്. ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും പ്രൊഡ്യൂസർക്ക് ലാഭം വേണം. പക്ഷേ ഇത്രയും അധികം ചർച്ച ചെയ്യപ്പെടുന്ന സിനിമ, ചില സിനിമകൾ റിലീസ് ആവുന്നതിന് മുമ്പേ ഭയങ്കരമായിട്ടും ടോക്ക് ഓഫ് ദ ടൗൺ ആവും. അതിന്റെ മേക്കിങ്ങിനെ കുറിച്ചും ടീസർ, ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ തന്നെ ഒരു ജഡ്ജ്മെന്റ് ഇറക്കുമല്ലോ. എന്നിട്ട് അതിനെക്കുറിച്ച് ഹൈ എക്സ്പെക്ടേഷനിൽ നിൽക്കും. അപ്പൊ ഒരു ആക്ടർ എന്നുള്ളതിൽ, അല്ലെങ്കിൽ ഇതിനകത്തൊരു ഹീറോ, ലീഡിംഗ് റോൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു പ്രഷർ വരാറുണ്ടോ? എക്സ്പെക്ടേഷൻ വേണം, എന്നാലല്ലേ ഫസ്റ്റ് ഡേ ആൾക്കാർ തിയേറ്ററിലേക്ക് കയറുള്ളൂ. പക്ഷെ റോങ് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവരുത് എന്നുള്ളത് മാത്രമാണ്. നമ്മളുടെ സിനിമ എന്താണോ എന്നുള്ളത് ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത്, ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നല്ലൊരു സിനിമയായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്താൽ ഓക്കെ. പക്ഷെ ഇത് ഇന്ന പോലത്തെ ഒരു സിനിമയായിരിക്കും എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവും. കഥയൊക്കെ സ്വന്തമായിട്ട് ഊഹിച്ച് തിയേറ്ററിൽ വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കഥ അല്ലെങ്കിൽ ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊന്നും ഊഹിക്കാതെ, കഥയൊക്കെ ഊഹിക്കുമ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ എന്താ പറയാ, നമ്മളങ്ങനെ നമുക്കത് മാറ്റാൻ പറ്റില്ലല്ലോ, നമ്മൾ ഓൾറെഡി എടുത്തു ചെയ്യുന്ന ഒരു സിനിമയല്ലേ. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് ഓരോ കഥകൾ ഉണ്ടാക്കിയിട്ട് അത് വന്നിട്ട് അതിന്റെ അത്ര വ്യക്തിയോ അതായത്, അതല്ലാതെ ഈ സിനിമേനെ മുൻവിധികളൊന്നും ഇല്ലാതെ തുടക്കം മുതൽ അവസാനം വരെ കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് പറയുന്നതാണ്. അങ്ങനത്തെ ഒരു അഭിപ്രായമാണ് നമുക്ക് കേൾക്കാൻ ആഗ്രഹം. ഇതിന്റെ ഇപ്പൊ നമ്മുടെ സിനിമ തിയേറ്ററിൽ കാണുന്ന ഏതൊരു സിനിമയാണെങ്കിലും ആ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. ചില സിനിമകളിൽ ലൈറ്റ് മൂവീസ് ഒക്കെ, ഫാമിലി മൂവീസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ OTT-ലാണെങ്കിലും TV-ലാണെങ്കിലും കാണാം. പക്ഷെ ഇപ്പൊ വരുന്ന ഇതേപോലെ ARM ഉൾപ്പെടെ പോലെ തിയേറ്ററിക്കൽ മാത്രം അതിന് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറെ മൂവീസ് ഉണ്ട്. അതെല്ലാം ഇപ്പൊ വരുന്ന മലയാളത്തിലാണെങ്കിലും ഏത് ലാംഗ്വേജിലാണെങ്കിലും കറക്റ്റ് ആയിട്ട് ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ണം ഒരു കംപ്ലീറ്റ് ആയിട്ട് തന്നെ അതിന്റെ ആ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാത്തിന്റെ ബെസ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ ഈ മേക്കേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പൊ. ആ ഒരു ഇതും അങ്ങനെ ഇതിന്റെ ടീച്ചർ കണ്ടാൽ തന്നെ, ടീച്ചർ തന്നെ നിങ്ങൾ ഒരു ചെറിയ സ്ക്രീനിലും ഒരു വലിയ സ്ക്രീനിലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോ നമ്മൾ ഇത്രയും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുക അതിന്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ക്വാളിറ്റിയിൽ തന്നെ പ്രേക്ഷകർ അതിനെ കാണണം എന്നുള്ളതാണ്. അത് തിയേറ്ററിൽ തന്നെയാണ് കാണാൻ പറ്റുക. നിങ്ങൾ എത്രയും നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു തിയേറ്ററിൽ അല്ലാതെ ഈ സിനിമ കാണാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. എന്താണ് ഇവര് 3 പേര് മാത്രല്ല, ഇത് സെറ്റിൽ നിറയെ പേരുണ്ടത് അല്ലെ, ബാക്ക് ടു ബാക്ക് നിറയെ പേരല്ല ഇരുന്നത്. ഹൈലൈറ്റ് എന്നായിരുന്നത് ഇത് ഐഡന്റിറ്റിയില്. Highlight. The whole team, it was fun. Full fun. காலையிலிருந்து ஒரு 8 மணி 9 மணி வரை இருந்து சாயங்காலம் 6 மணி வரைக்கும் ஃபன். அது எப்படி ஃபன்? இதெல்லாம் ஃபுல் இல்ல வேலையும் நடக்கும். എല്ലാരും ഫുൾ ഓൺ ആയിട്ടുള്ള ആൾക്കാരാണ്. வேலையும் நடக்கும். This is one of the highlights. Focus puller, cameraman, sound, editor assistant, our script writer, our director, எல்லாரும் இருக்காங்க இதுல. Spot editor, set director, எல்லாரும் costume designer. ஐயோ ADs பத்தி கேட்காதீங்க. ADs எல்லாமே ஐயோ அவ்வளோ fun. It was like a big family. Oh, okay. We did realize the work, and believe me, work was going on. It was not that we were fooling around all the time. Okay. Work அந்த மாதிரி. ஆமா, and I liked it because it was not like a reference கொடுத்து ஏதாவது படத்துல இருந்து reference கொடுத்து, அங்கதான் they are planning how the shot has to be done, how will the people like it's Trisha or Tovi or me, எப்படி Akhil will set up the whole thing and Akhil will okay it. Even in the acting, if we do anything, he has to okay it. It's only when he does. If he doesn't like it, we have to go back again and do it. So it was the discipline was there, but it was so much fun. It became so much fun that even the master joined us in having fun. Fight went on for about 14 days, I think. 11 to 14 days. The set was out of the world. That you will see in the movie. I gave them one fantastic compliment. I gave them. They've done such a good job. But the master also, who's a French guy, he joined in with the fun with us. The master assistants, Yannick Ben, he got along so well with us. So it was like a big family. That's why we got to learn French. That's why we were talking and master, please teach us bad words, master. Bad words, French. Like that fun it was. So much fun. And on the last day, it was really sad when I was leaving because it was 1 year of shooting, almost spread over a period of 1 year. I had so much fun shooting with this fellow. I felt so bad when I left. That's why you saw the happiness when we meet. Yes. That is genuine. We always wherever they are. ഫണ്ണാണ് നമ്മളുടെ ഹെക്ടിക് ഷൂട്ടിനെ ഒന്ന് ബാലൻസ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകും. ഇത്രയും ദിവസം നമ്മൾ ഇത്ര ഹെക്ടിക് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. He's worked really hard. He's had a lot more physical stuff to do than I did. But still, when it comes to the smile, everyone's smiling. Everyone, he brings a smile with everyone, cracking jokes.
We had so much, and I've got videos on my phone if you see. ആണോ ഹലോ With the editor, with camera, but I can't show you all that. That's the set. അത് again മറ്റേ I'll show you സെറ്റ് later. കാണും അതുകൊണ്ടാണ്. Only for the set. I was Post showing. release വേണമെങ്കിൽ we can put it Yeah, out. post. I told him I'm going to release a fun video of everyone on the set. Set. I'm going to cut a video for everyone. All the fun we played on the set. ആഹാ For ഓക്കെ the whole team. ഓ അപ്പൊ ഇവരൊക്കെ ഇത്രയും പറയുമ്പോ മക്കളുടെ മനസ്സ് നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്താ പറയണേ മക്കൾ ഇപ്പോഴും വളരെ സീരിയസ് ആയിട്ട് എല്ലായിരുന്നു He is. He is. Till date, Toby knows. There's one scene also which happens. Me and Toby set it up for him. He's very serious. He'll be sitting like this on the camera. He doesn't know that we both have changed the dialogues. So I kept a new name for him. Iconic director. He knows the joke. ഞങ്ങള് വേറെ ഡയലോഗ് ഒക്കെ പറയും, ഇവനെ പറ്റിയൊക്കെ പറയും. സീനില് ഞാനിങ്ങനെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ ഒക്കെ ഇത് കറക്റ്റ് കേട്ടോണ്ടിരിക്കുന്നതാണ്. ഇവർ രണ്ടുപേരും ഡയലോഗും ഞാൻ ഓക്കെ എന്നിട്ട് ഓക്കെ പറയും. And I got my assistant recording his expression. He was a mic. And suddenly he's wondering who's spelling wrong dialogues. ഓക്കെ അനസൊക്കെ അനസും അതിന്റെ ഒരു ഭാഗമായിട്ട് കൂടെ തന്നെ ഇല്ലേ അല്ലെ? അപ്പം നിങ്ങൾ എങ്ങനെയാ ആ ഒരു എന്താ അനസ് പറയാ കുറച്ചും കൂടെ പാവായത് കാരണം കൊണ്ട്, പാവെന്ന് വെച്ചാൽ സൈലന്റ് ആയത് കാരണം കൊണ്ട് ആക്രമണം കുറവാണ്. അതുകൊണ്ടാണ് ബൂത്തിനകത്തേക്ക് അനസിനെ കൊണ്ടുപോയത് അല്ലേ? ആക്രമണം സത്യം പറഞ്ഞ അനസ്കാൻ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പം അനസ്കാനെ വിളിച്ചിട്ട് കിട്ടണില്ല. അനസ്കാൻ കുറച്ചു മുമ്പ് ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ അനസ്കാൻ ഡയറ്റ് ആയതുകൊണ്ട് അനസ്കാൻ പുറത്തോട്ട് നടക്കായിരുന്നു. ഓ ഡയറ്റ് ആണോ? ടോവിനെ കാണുമ്പോൾ എപ്പോഴും അനസ്കാൻ ഡയറ്റാ. കാണുമ്പോ ടോവിനെ കാണുമ്പോൾ അനസ്കാൻ പറയും ഞാൻ 3 കിലോ കുറയ്ക്കും എന്ന് പറയും. ഞാൻ ഇവരുടെ അടുത്ത് പറയണ്ട് 30 കിലോ കുറയ്ക്കണം. ഞാൻ ഇവരുടെ അടുത്ത് പറയണ്ട്, ഞാൻ ഇവരുടെ അടുത്ത് ഈ പടം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളന്ന് പോണ്ടിച്ചേരി ഉള്ളപ്പോ അതൊരു കൊല്ലായി അല്ലേ, ഒരു കൊല്ലത്തിന് മുമ്പ്. ടോവി പറയണത് കേൾക്കുന്നില്ല. അല്ല സമ്മതിക്കും, അനസ്കാൻ എല്ലാം സമ്മതിക്കും. എല്ലാം സംഭവം രാവിലെ എണീറ്റ് കൊണ്ടുപോണ്ടേ, കൈ വലിച്ചു പിടിച്ച് കൊണ്ടുപോണ്ടേ. ടെൻഷൻ സിനിമ ചെയ്യുന്ന ടെൻഷൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അനസ്കാൻ ബൂത്തിനുള്ളിൽ ഉണ്ടെന്നുള്ളത്. അനസ്കാനെ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആയി. അങ്ങനെയാണ് അനസ്കാൻ ശല്യം സഹിക്ക വയ്യാതെ എയർപ്ലെയിൻ വേരില് നമ്മള് കാണാണ്ട് അതിനകത്തിരുന്ന് വല്ലതും കഴിക്കാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനുള്ള കാരണം കൊണ്ട്. വേറെ എന്തൊക്കെയായിരുന്നു ഫൺ മൊമെന്റ്സ് നിങ്ങളുടെ ഈ ഐഡന്റിറ്റിയുടെ സമയത്ത്? നമ്മൾ കുറെ സീരിയസ് ആയിട്ടൊക്കെ സംസാരിച്ചു. ഫണ്ണി ആയിട്ട് എന്താണുള്ള അവിടെ ഒരു ഇപ്പൊ ഫൺ പാക്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങി സെയിം വൈബ് ആൾക്കാരായിരുന്നല്ലോ. സോ അങ്ങനെ എന്തെങ്കിലും We can't tell a lot of the fun things. just tell me at least one സംതിങ് പെർട്ടിക്കുലർ. പക്ഷെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കുറെ അങ്ങനെ ഒരു വൈബ്. അതിനകത്ത് ഇടയ്ക്ക് ഒരു ക്രിസ്മസ് അതിനിടയ്ക്ക് ആയിരുന്നു. ഓ അപ്പൊ എന്റെ ഫാമിലി ഒക്കെ ക്രിസ്മസിന്റെ സമയത്ത് അവിടെ വന്നു. എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ, നെക്സ്റ്റ് വീട്ടിലാണല്ലോ. അപ്പൊ അങ്ങനെ വന്ന് ഞങ്ങൾ അന്ന് എല്ലാരും അവിടെ ഉണ്ടായിരുന്നു, കുറെ നേരം ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് അപ്പനമ്മയൊക്കെ കുക്ക് ചെയ്തിട്ട് ഒക്കെ വരിക, ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു. അതുപോലെ വരും. അപ്പൊ അതുപോലെ അപ്പൊ മാത്രല്ല എന്റെ ഭാര്യയും മക്കളൊക്കെ ഈ ക്രിസ്മസ് വെക്കേഷൻ സമയത്തൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ മക്കളൊക്കെ ഉണ്ടാവും അവിടെ, ഓടിയടപ്പം ഉണ്ടാവും, ഞങ്ങൾ അവിടെ ക്രിക്കറ്റ് കളിക്കും. 20 ദിവസം ഈ പറയുന്ന തൃശ്ശൂർ ഷൂട്ടുള്ള സമയത്ത് നമ്മൾ ഭയങ്കര ഹെക്ടിക് ഷൂട്ടാണ്. നമ്മുടെ ക്ലൈമാക്സ് പോർഷൻ നമുക്ക് തൃശ്ശൂർ ഷൂട്ട് കാണുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം അത് കഴിഞ്ഞ് ടർഫിൽ പോയി കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തിരിഞ്ഞ് കളിക്കുക, ടോബിയുടെ ടീമുമായിട്ട് മത്സരിക്കുക, തോക്കുക, ജയിക്കുക, ഇതൊക്കെ തന്നെ. സിനിമ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ ഷൂട്ടിങ്ങിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് റിസർവ് ചെയ്യുന്ന ഫണ്ടും കൂടെ വേണമല്ലോ. ആ ബാലൻസ് ഉണ്ടെങ്കിലല്ലേ ഇത് ലോങ് റണ്ണിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും കറക്റ്റ് ആയിട്ട്. നിങ്ങളിപ്പോ ചെയ്യണ ഇതും ഇപ്പൊ ഒരു ത്രില്ലർ മോഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്ത് എഴുതിയാലും എല്ലാം ഒരു ത്രില്ലർ സംഭവത്തിലേക്ക് തന്നെയാണോ സ്വിച്ച് ചെയ്ത് പോവുക? അല്ല, ഞങ്ങൾക്ക് അതിനോട് ഒരു താല്പര്യം കൂടുതലുണ്ട്. അതുകൊണ്ട് അത് അനസിന്റെ അനസാണ് കൂടുതലും അല്ലേ? നിങ്ങൾക്ക് കാണാനും കൂടുതൽ ഇഷ്ടം ത്രില്ലർ മൂവീസ് ആണോ? ഓ, അപ്പൊ എന്ത് എഴുതിയാലും ത്രില്ലർ സൈഡിലേക്ക് ഞങ്ങൾ വേറെ കഥകളും പറയും. പക്ഷെ ഇപ്പൊ ഞങ്ങൾ റൊമാൻറ്റിക് പടമാണ്, റൊമാൻറ്റിക് ത്രില്ലർ. അത് കഴിഞ്ഞ ഫാമിലി പടം. അത് ചിലരാ You understood? Go ahead and get it. They're big fans of thriller movies, and they want to change the track. So next is a romantic movie, a romantic thriller. And after that, family. It's a family thriller. അപ്പൊ ഈ ഒരു ത്രില്ലർ മൂവിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് പാട്ടിനുള്ള സ്കോപ്പ് ജേക്സ് ബിജോയ് ആണല്ലേ ഇതിന്റെ മ്യൂസിക് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക്കും കാര്യങ്ങളും. അങ്ങനെ ത്രില്ലർ എന്ന് പറയുമ്പോ അങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ആ ഒരു അന്വേഷണവും ത്രില്ലറും അതല്ലാതെ ഫാമിലി ഇമോഷൻസിനും
ഇതിനകത്ത് ഇമ്പോർട്ടൻസ് Importance ഉണ്ട്. ഓ ഓക്കെ ഓക്കെ. പാട്ട് മ്യൂസിക്കിന് ഭയങ്കര പ്രാധാന്യമുള്ള സിനിമ തന്നെയാണ് സിനിമ. ഇപ്പൊ നമ്മൾ ടീസർ ആണെങ്കിൽ അതൊരു പാട്ടിന്റെ ബാക്ക്ഡ്രോപ്പിൽ തന്നെയാണ് അത് നടക്കുന്നത്. നമ്മൾ സ്ഥിരം സീൻസ് ഒക്കെ ആണെങ്കിൽ എലവേറ്റ് ചെയ്യേണ്ടത് നമ്മള് ആ മ്യൂസിക് മുന്നിൽ കണ്ടിട്ടാണ് നമ്മള് സീൻസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന് മ്യൂസിക്കിന് വളരെയധികം പ്രാധാന്യമുള്ള സിനിമയാണ്. അത് പിന്നെ ജേക്സേട്ടന്റെ കയ്യിലായതുകൊണ്ട് ഇപ്പൊ ഫോറൻസിക്കിലാണെങ്കിലും ചില തീം ഭയങ്കര ആളുകൾക്ക് ഇഷ്ടമുള്ള, നമുക്കും ഭയങ്കര വർക്കായിട്ടുള്ള ആ ചൈൽഡ് സീരിയൽ കില്ലറിന്റെ കുട്ടിയുടെ ഇൻട്രോളിലെ തീമൊക്കെ ഭയങ്കര രസമുള്ള ഒരു സാധനമായിരുന്നു. അപ്പൊ അതുപോലെ ചില ഏരിയകൾ ജേക്സേട്ടന്റെ കയ്യിലാണ്. അതിപ്പോ ജേക്സേട്ടൻ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഓക്കെ. ഇതിനകത്ത് മന്ദിര ബേജി നമ്മളിപ്പോ അല്ലാതെ ഇന്നലെ ചമന്റെ അടുത്ത് ആയതുകൊണ്ട് ഇന്നലെ ജയിക്സേട്ടൻ ഉറങ്ങി. ഇന്ന് ജയിക്സേട്ടൻ ഉറങ്ങില്ല. ഉറങ്ങില്ല. ഇന്ന് വിട്ടു. Yesterday he was in Chaman's studio. So Chaman couldn't sleep, but Jakes Vijay slept. Today he is going to meet Jakes Vijay. അപ്പൊ ടൊവിക്ക് ഇന്നത്തേക്ക് ടൊവിയുടെ ഇത് കഴിയോ? ഇല്ല, എന്റെ ഇന്നത്തെ കഴിയും. Imagine all those people, how frightened they'll be, no? Okay, so sleep in the afternoon, can't get sleep in the night. Your part is over, dubbing everything? Everything over. See how he's drained out trying to teach me Malayalam. Oh, 8 days. ഇങ്ങനെ 8 മലയാളം days. He പറഞ്ഞു. taught me. He was a very good teacher. Very, very good teacher. എന്തായിരുന്നു the most toughest ഇതിനകത്തെ ഡയലോഗ്? What is the toughest word? What is ഞാൻ the toughest word? കുറേ We actually തവണ laughed a lot repeat when I tried to get the word. Ormando. കുഴപ്പമില്ല, എല്ലാം ഒക്കെ He's മാനേജ് a very good teacher. There are words I can't jump off to. He really helped me how to pick it up. He's a fantastic teacher. Fantastic teacher. അനുസ്കാൻ ഉണ്ടായിരുന്നു, നമ്മുടെ ബോബി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും Bobby Cheddar. ഡയലോഗ് He sat on the set and showed. Oh, and taught me okay. that. And then these guys, what I really like is they never really made fun. They were like more of learn the language, learn the language. So it gave me that confidence to say the dialogue. കറക്റ്റ് ആയിട്ട്. I don't like just mumbling thing. I at least learn the dialogue, say the dialogue. So it gave me a lot of confidence. അപ്പൊ ഇനി മലയാളത്തിൽ തന്നെ സംസാരിക്കൂ. Sometimes. സംസാരിക്കൂ, പഠിക്കും. പിന്നെ സാർ ഓരോ സ്കെഡ്യൂൾ വരുമ്പോഴും കൃത്യമായിട്ട് അതിലെ ഏതൊക്കെ സീനുകളാണ്, ഏതൊക്കെയാണ് ഡയലോഗ് ഉള്ളത് എന്നുള്ളത് ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിന് മുൻപ് തന്നെ മുഴുവൻ എഴുതി വാങ്ങി അദ്ദേഹത്തിന്റെ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് movies in Malayalam, you Yeah, will start speaking in He really helped me this time with that. Since the confidence has come in. The only problem is because I travel a lot. I don't speak to anyone in Malayalam. I come back here, it feels like our set. Like everyone's talking in Malayalam, it feels good. Also, I think you are good with languages. Yeah, he's very good. You I picked it up now. I'm picking up. There's an interest to pick up to. Real interest is there to pick up. You know, and a lot of Malayali friends, I never spoke to them in Malayalam. Now I'll also become a part of the gang, I think. എല്ലാരും വിളിച്ചിട്ട് ഹലോ 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 ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചോണ്ടേ ഇരിക്കുക. ഇവരുടെ ഒക്കെ that തലേ he used to do on the sets. He'll ask something in he wanted us to translate something in Malayalam, and he'll send a voice message to his friends in Malayalam. Yeah, I do that. I swear at God. He'll tell me, and then I will send that voice to my Malayalam friend. അങ്ങനെയാണ് മറ്റേ വാക്കൊക്കെ പഠിച്ചത്. എന്നിട്ട് അതൊക്കെ ടൊവിയുടെ തലയ്ക്ക് ഇട്ട് വെച്ചത്. ഇത് ഫുൾ ടൊവിയുടെ ട്രെയിനിങ് ആണ് അത്രേ. I know the line. Yesterday in the night, I used the line and I was like, don't say the line. ഓക്കെ. ഇതിന് മന്ദിരപ്പേട്ടി ഇതിനകത്ത് കൊന്ന് ആ മലയാള സിനിമയിൽ നമ്മൾ മന്ദിരനെ കൊണ്ടുവരണു, മന്ദിരക്ക് ഇതിനകത്തുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ക്യൂരിയസ് ആണ്. ഇത് ഇവരൊക്കെ കുറെ ആൾക്കാർ വരണു, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ വരണു എന്നൊക്കെ പറയുമ്പോൾ മന്ദിരയുടെ ക്യാരക്ടർ വല്ലതും നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആണോ? ഒരു രസമുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് മന്ദിരാപേടി. പക്ഷെ നമുക്ക് അതുപോലെ ആരെങ്കിലും വേണമായിരുന്നു. വേണം, വളരെ സ്പെസിഫിക് ആയിരുന്നു നമുക്ക് അങ്ങനെ ഒരാൾ വരണം എന്നുള്ളത്. കാരണം ഈ സിനിമയിലെ ഭയങ്കര ക്രൂഷ്യൽ സീക്വൻസുകളിൽ ആണ് ആ കഥാപാത്രം വരികയും പെർഫോം ചെയ്യുകയും ചെയ്യുന്നത്. സോ നമുക്ക് അങ്ങനെ ഒരാൾ വേണമായിരുന്നു. ഞാൻ മന്ദിരാപേടിയുടെ കാര്യമാണെങ്കിലും തൃശ്ശാമാണെങ്കിലും വിനയ് സാർ ആണെങ്കിലും അവരൊക്കെ ഫുൾ സ്ക്രിപ്റ്റ് കേട്ട് ഈ ക്രൂവിനോട്ടുള്ള വിശ്വാസം കൊണ്ട് അവർ വന്ന് ചെയ്തു പോയി വളരെ സന്തോഷമായിട്ട് നമ്മളോട് അതിന്റെ ഒരു റെസ്പോൺസ് പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അത് കഥാപാത്രം തീർച്ചയായും തിയേറ്ററിൽ കാണാവുന്ന ഒരു കഥാപാത്രമാണ്. റിലീസ് ഡേറ്റ് നിങ്ങൾ ഇപ്പൊ തീരുമാനിച്ചോ? ജാനുവരി ആദ്യ ആഴ്ചയിൽ സിനിമ വരും. റിലീസ് ഡേറ്റ് നമ്മൾ സെൻസറിങ് എന്തായാലും ന്യൂ ഇയർ ഉണ്ടാവും എന്തായാലും. ഓക്കെ. ഇനി ടൊവി ഈ മൂവിയും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത് എല്ലാവരും ഇനി വെയിറ്റ് ചെയ്യുന്നത് ടൊവിയുടെ അടുത്തത് എമ്പുരാൻ എന്ന് വരും, എന്തായി എന്നൊക്കെ ഉള്ളതാണ്. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞില്ലേ? ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തു അല്ലേ? മാർച്ചില് ടൊവിയുടെ ഡബിംഗ് പോസ്റ്റ് പ്രൊഡക്ഷൻ ബാക്കി ഡബിംഗ് അതെല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡബിംഗ് ഉണ്ട്, അതിങ്ങനെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട് ഇതിനിടെ കൂടെ ഒക്കെ പരിപാടികളൊക്കെ ആയിട്ട്. അതും അടുത്ത വലിയ അതിനിടയിൽ വേറെ മൂവി ഉണ്ടോ ടൊവിക്ക് റിലീസ് ആവും? അതിനുശേഷമേ ഉള്ളൂ. അതിനുശേഷം ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്ന സിനിമയുണ്ട്, അത് എംപുരാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. നരിവേട്ട എന്നുള്ള സിനിമ ഇഷ്ക് ചെയ്ത അനുരാജ് മനോഹർ, അനുരാജ്. അപ്പൊ അബിൻ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററാണ്, ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മേടിച്ചാണ്. അദ്ദേഹമാണ് എഴുതുന്നത്, അനുരാജ് ഡയറക്ട് ചെയ്യുന്നു. അങ്ങനെ
And one more thing. പറയൂ. He told me the story yesterday of what he's shooting. എന്താ? Good movie. What he's shooting, right? ആണോ? Yeah, we share stories. So yesterday ഞങ്ങള് we ഫുൾ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഒരു share സിനിമ this ചെയ്യുന്നത്. point of view, he'll tell the story. And superb. I said, yeah, lucky fellow you are, man. Good story. It's a very good story. What's the mood? I am not going to tell you that No, no, also. just what kind of movie? അതൊന്നും പറയണം. അതൊന്നും പറയണ്ടേ? എന്ത് മൂവിയാണ്? ഞാനതൊരു പോലീസ് കോൺസ്റ്റബിൾ ആണ്. അങ്ങനത്തെ ഫാമിലി മൂവിയാണോ? ഫാമിലിയും ഒക്കെ. അതിനകത്ത് കുറച്ച് Social, ത്രില്ലറും social, social, social. I oriented. much adore it. But good story. Like I heard ARM few months back when we were shooting. I told Toby, I love the story. Now you should watch ARM complete. Yeah, and then Identity, and now he told me this story, and I was like, the storylines are spectacular. I don't know what you guys eat or which school you go to. കണ്ണു വെക്കില്ലേ? No, no, touch wood, touch wood. Touch wood always. ഞങ്ങൾ മലയാളീസ് എല്ലാം Always ഭയങ്കര touch wood. brilliant ആണ്. Really? That's plywood ആണ്. Plywood ആണ്, Plywood. touch ചെയ്താ മതി. Yeah, അയ്യോ. Okay. അപ്പൊ എന്തായാലും കൂളായിട്ട് ഐഡന്റിറ്റി അങ്ങനെ ജാൻ ഫസ്റ്റില് ഇനി ഇതിന്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊക്കെ നിങ്ങൾ ആ ഒരു സമയത്തേക്കായിരിക്കും കൂളായിട്ട് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ ഡബിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നു. ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കും. ടെൻഷൻ അല്ല, ചെറുതായിട്ട് ഉറക്കം പാവം ബാക്ക് ടു ബാക്ക് വർക്കും കാര്യങ്ങളൊക്കെയാണ് നടക്കേണ്ടത്. സോ യു കീപ് ഗോയിങ്. നിങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെയാണ് നടക്കട്ടെ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഐഡന്റിറ്റി നമുക്ക് ന്യൂ ഇയറിന് 2025 ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ട് ഒരു ഐഡന്റിറ്റിയിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ ടോബി? Thank you, Milestone viewers. Thank you, Milestone viewers. Thank you. Yes, thank you so much. കഴിയാണോ അല്ലെങ്കിൽ you are going to continue this? I'm not continuing now. You No, know, no, she no, done. she didn't let me eat. She didn't let me have a shower. shower. They'll put you to sleep and I know, seriously. Okay, now it's done. Okay, Yeah, thank it's you. done. Thank Lovely you so talking to much. you. Lovely Thank you. talking to you too. Thank you.